ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ചാനലിൽ ഒരു 15 ഡേയ്സ് ഡൂഡിൽ ആർട്ട് ചാലഞ്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ആലോചനയിലാണ് കേട്ടോ ഞാൻ. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല. ബിക്കോസ് യുവർ സപ്പോർട്ട് ഈസ് മൈ ഇൻസ്പിറേഷൻ. എന്താണ് ഈ ഡൂഡിൽ ആർട്ട് എന്നൊക്കെ വരും ദിവസങ്ങളിൽ ഈ പടം വരയ്ക്കുന്നതിനോടൊപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു തെറാപ്പി എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 15 ഡേയ്സ് ഈ ഡൂഡിൽ ആർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. So guys, I welcome you to day 1 episode of my doodle art challenge. Hey guys, സാധാരണ ദിവസങ്ങളിൽ ഞാൻ പടം വരയ്ക്കുമ്പോൾ ഒരു പാട്ടൊക്കെ ഇട്ട് ആ ഒരു ഫ്ലോയിലായിരിക്കും പടം വരയ്ക്കുന്നതൊക്കെ. ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ഒരുപോലെ ഇരുന്ന് പടം വരച്ചു ജസ്റ്റ് മ്യൂസിക് മാത്രം ഇടാതെ ഇന്ന് ഫോർ എ ചേഞ്ച് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. നടക്കില്ലെന്നൊന്നും അറിയില്ല. ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ചില വീഡിയോസിൽ പറയില്ലേ, ദിസ് തിങ് മെയ്ഡ് മൈ ഡേ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതായിരുന്നു, ഈ സംഭവമാണ് ഇന്നത്തെ എൻ്റെ ലൈഫ് ഏറ്റവും ഹാപ്പി ആക്കിയതെന്ന് പറഞ്ഞ് എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും അങ്ങനെ വരാറുണ്ട്. എനിക്ക് ദിസ് തിങ് മെയ്ഡ് മൈ ഡേ എന്ന് പറഞ്ഞ ഒരു പടം അറ്റ്ലീസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മെയ്ഡ് മൈ ഡേ എന്നെനിക്ക് പറയാൻ പറ്റും കേട്ടോ. അന്ന് എൻ്റെ മൈൻഡ് ഭയങ്കര കാമായിരിക്കും, ഭയങ്കര പീസ് ആൻഡ് ഹാപ്പി ആയിട്ടായിരിക്കും ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് കേട്ടോ. ചില ദിവസം രാത്രിയാകുമ്പോൾ എനിക്ക് തോന്നും വരച്ച് പറയാം. ഇനി 3 minutes ഒക്കെയാണ് ഒരു വീഡിയോ ഒക്കെ അപ്പ് ചെയ്യാനായിട്ട് ആകെപ്പാടെ കിട്ടുന്ന ടൈം. അപ്പം ഞാൻ വെറുതെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ടൈം അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് മൈ ഡ്രോയിങ്. ഐ ഷോ യു ദ റിസൾട്ട് അറ്റ് ലാസ്റ്റ്. പൊതുവെ ബോയ്സിനേക്കാൾ കൂടുതൽ ഗേൾസിനാണ് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് മൾട്ടി ടാസ്കിങ് പരിപാടി ചെയ്തു നോക്കാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് കാര്യവും പറയാം, പടവും വരയ്ക്കാം. അപ്പൊ ഞാൻ രാത്രി കിടക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ചിന്തിക്കും കേട്ടോ, എനിക്ക് ഇന്നൊരു പടം വരയ്ക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അതിന്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പൊ നിങ്ങൾ ഈ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നിനക്കപ്പം രാത്രി എടുത്തു വെച്ചൊരെണ്ണം വരച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് ഈ കിടന്ന് ചാനലിൽ വന്ന് നമ്മളുടെ അടുത്ത് വിളിച്ച് പറയുന്നത് എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല കേട്ടോ ഞാൻ ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ലവർ എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് എന്താണ് അതിൻ്റെ പേരെന്ന് പറയുന്നതിന് മുന്നേ ഞാനിതെല്ലാം യൂട്യൂബ് റീലിൽ കണ്ടതാ, ഞാൻ ചെയ്തോളാന്ന് പറയാൻ പാകത്തിന് ഒരാൾ എന്നോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. ആരാന്ന് ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ഹയ. അപ്പം ഹൈക്ക് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സംഭവങ്ങൾ ഇഷ്ടമുള്ളതുകൊണ്ട് ഇപ്പം പല കാര്യങ്ങളും എനിക്ക് അവളാണ് പറഞ്ഞു തരാറ്. ഷോപ്പിലൊക്കെ ചെന്നിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ പേര് വായിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവൾ എനിക്ക് പറഞ്ഞു തരാം, അമ്മ ഇത് ഞാൻ യൂട്യൂബിൽ മറ്റേ റീലിൽ കണ്ടമ്മ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം, ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സംഭവങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി ബോസ് ആൻഡ് ബോസിൽ ആണ് വെക്കാറുള്ളത് കേട്ടോ. ഒരു ചെറിയ ബുക്സ് എങ്ങാനും മാത്രമേ ഇവിടെ കാണുള്ളൂ. അപ്പം എനിക്കാണെങ്കിൽ നല്ലൊരു വൈബ് പ്ലേസിലൊക്കെ ഇരുന്ന് ചെയ്യണം. എല്ലാം ഇതുപോലെ പെയിൻറ്റും എല്ലാം എനിക്ക് കൺവെട്ടത്ത് വേണം. അങ്ങനെ ഇരുന്ന് വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ആ ഒരു വൈബ് ഇതുവരെയും റൂമിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാം താഴെയല്ലേ. അപ്പം ഇപ്പോൾ ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി സെറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധനമൊക്കെ എനിക്ക് നശിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, വേറെ എന്തൊക്കെ നശിപ്പിച്ചാലും എനിക്ക് ഈ പെയിന്റ്, പേപ്പർ, കളർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും ഒക്കെ വരും കേട്ടോ. നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും. ഈ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെടിയും ഇലയും പൂവും ഒക്കെ പറിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ എനിക്കാണെങ്കിൽ എൻ്റെ പെയിന്റ് ആവശ്യമില്ലാതെ കൂടുതൽ എടുക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഹൈയുടെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഇങ്ങനെ ഒരു പെയിന്റിങ് പാലറ്റൊക്കെ ജസ്റ്റ് ഈ കിഡ്സിൻ്റെ തന്നെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിൽ കലക്കിയൊക്കെ കളയും. അപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ എൻ്റെ ആക്രിലിക് പെയിൻ്റൊക്കെ ഞാൻ എത്രയോ നാളുകൾ കൊണ്ട് ഈ യൂണീക്കായിട്ടുള്ള പെയിൻറ്റ് അതൊക്കെ ഓരോരുത്തർ കാണുമ്പോൾ ഓരോ പീസസ് ആയിട്ടൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് വെച്ചതായിരിക്കും. അതിലൊരെണ്ണമൊക്കെ എടുത്ത് അവൾ ഇങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് I can't even imagine
അപ്പോൾ ആ കാരണം കൊണ്ട് ഞങ്ങൾ ഒരു ഗുസ്തി എല്ലാ ദിവസവും പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പെയിന്റും സാധനങ്ങളെല്ലാം ബോസ് ആൻഡ് ബോസിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴും എനിക്ക് താല്പര്യമുള്ളപ്പോഴും എനിക്ക് താഴെ ചെന്നിരുന്ന് പെയിന്റ് ചെയ്യാം, ക്രാഫ്റ്റ് ചെയ്യാം, ആർട്ട് ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഞങ്ങൾ റൂമിൽ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവച്ചിട്ട് പെയിന്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ആക്കിയെടുത്തു. പെയിന്റ് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് എടുത്തിട്ടില്ല, അതിന് ഞാൻ താല്പര്യപ്പെടുന്നുമില്ല ഉടനടി. ജസ്റ്റ് നമുക്ക് പെൻസിൽ ഡ്രോയിങ്സ് ഒക്കെ ഇവിടെ ഇരുന്ന് ചെയ്യാം. അത്യാവശ്യം എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് വല്ലതും വേണമെങ്കിൽ അതിനുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് വെച്ച് ചെയ്യുക, തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പെൻസിൽ ഡ്രോയിങ്സും ഞാൻ പറയും. ഇതുപോലെ ഓരോ വീഡിയോസ് ഇട്ടിട്ട് അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയും. പിന്നെ സാഹചര്യം അനുസരിച്ച് ഞാൻ ചെയ്യും. എന്താണ് നമ്മളിനിയിപ്പം സാഹചര്യം ആർട്ട് ചെയ്യാനാണോ അതോ ഇനി പെയിന്റിങ് ചെയ്യാൻ സാഹചര്യം കിട്ടുകയാണെങ്കിൽ പെയിന്റിങ്. അപ്പം ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സംസാരിച്ച് 6 minutes ആണ് ഇപ്പം ഇതിൽ കാണിക്കുന്നത്. എത്രയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് ഒരു ഒരു ഡ്രോയിങ് ഏകദേശം ഇതുവരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മൾട്ടി ടാസ്കിങ് നമുക്ക് പറ്റും. ഇന്ന് പാട്ട് കേൾക്കുന്നില്ല, റാദർ ദാൻ ഞാൻ നിങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ട് വരയ്ക്കുന്നു. അതാണ് ഇന്നത്തെ എൻ്റെ മൾട്ടി ടാസ്കിങ് പരിപാടി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കും സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന്. എനിക്ക് കാമാൻ പോയറ്റ് സ്പേസ് ആണ് ഇഷ്ടമെങ്കിലും ഞാൻ വിചാരിച്ചു നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പടമൊക്കെ ഞാൻ ഇരുന്ന് എന്തായാലും വീഡിയോ വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്ന് വരയ്ക്കുകയുള്ളൂ. അപ്പോൾ വെറുതെ കാഴ്ചക്കാരുടെ അടുത്ത് മിണ്ടാതിരിക്കേണ്ട, എന്തേലും സംസാരിച്ച് വരയ്ക്കാം എന്നുള്ള പ്ലാനിലേക്ക് ഇന്ന് മാറിയത്. എൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? മുന്നേ ഒക്കെ ഞാൻ ഈ പെയിൻറ്റിങ് ഇടുമായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആർട്ടിൻ്റെ ചാനൽ തുടങ്ങിക്കൂടായിരുന്നോ, ക്രാഫ്റ്റിൻ്റെ ചാനൽ തുടങ്ങിക്കൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻ്റൊക്കെ വരുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാതെ വന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി വ്ളോഗും ഷോർട്സും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഒരു എക്സാമൊക്കെ ആയ സമയത്ത് ഞാനിത് പതിയെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എൻ്റെ ഒരനക്കം കുറേ നാളത്തേക്ക് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ വീഡിയോസ് കേട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഏകദേശം ഞാൻ എത്തിച്ചിട്ടുണ്ട്, വരച്ച് ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കി കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഡ്രോയിങ് ഇതുവരെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ റെഫർ ചെയ്യുന്ന പിക്ചർ. ഇതിനകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതുപോലെ വരച്ചിട്ട് വരാം. ഈ പെൻസിൽ ടിപ്പ് നല്ല ഷാർപ്പായിരിക്കണം, എപ്പോഴും പോയിന്റഡ് ആയിരിക്കണം.